നമ്മളിനി പോകുന്നതേ ഈ ടിനി ടോമിനെതിരെ താരസംഘടനയായ അമ്മയിൽ നടി നീന കുറുപ്പിന്റെ പരാതിയും വരുന്നു. ടിനി ടോം കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചെന്ന് നീന കുറുപ്പ് പറയുകയാണ്. ടിനി ടോം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ നീന കുറുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റംഗങ്ങൾക്കും ടിനി ടോമിന്റെ ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അൻസിബയെ മതതീവ്രവാദിയാക്കാൻ ടിനി ടോം ശ്രമിച്ചെന്നതിന് സാക്ഷിയാണ് താനെന്നും നീന കുറുപ്പ് പറഞ്ഞു. പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്നാണ് നീന കുറുപ്പ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. സംഘടനയിൽ തനിക്ക് വിശ്വാസം ഉണ്ട്, കൃത്യമായ നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നീന കുറുപ്പ് കൂടിച്ചേർത്തു. നീന കുറുപ്പിന്റെ ഒരു ടെലിബൈറ്റ് നമുക്കുണ്ട്, അത് കേൾക്കാം. ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്, അത് സത്യമാണ്. അതിൽ എഴുതിയിരിക്കുന്ന മാറ്റേഴ്സ് സത്യമാണ്. ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല, ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സംഘടനയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു അത് ഒരു സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യും തന്നെയാണ് എന്റെ വിശ്വാസം. അതിന് ടൈം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അവർ ആ ടൈം കിട്ടുമ്പോൾ അവരത് ചെയ്യും. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിൻ, അപ്പം ടിനി ടോമിനെതിരെ കൂടുതൽ പേർ രംഗത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത മാസവും മറ്റോ ജനറൽ ബോഡി ചേരില്ലേ അമ്മ സംഘടനയുടെ? തീർച്ചയായിട്ടും 26-ാം തീയതി ജനറൽ ബോഡി ചേരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് അതാ പുതിയ പരാതികൾ ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ അമ്മ താരസംഘടനയായ അമ്മ രണ്ട് ടീമുകളായി പിരിയുന്നതും. ഒന്ന്, ഇപ്പോൾ ടിനി ടോമിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്നിട്ടുണ്ട്. അത് ലക്ഷ്മി പ്രിയയും ഒപ്പം തന്നെ പ്രിയങ്കയും ടിനി ടോമും എല്ലാം ഒരു സംഘമായി നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഈ പരാതിക്കാരിയായിട്ടുള്ള അൻസിബ ഹസൻ, കൂടാതെ നീന കുറുപ്പ് തുടങ്ങിയ ആളുകൾ, അങ്ങനെ ഒരു രണ്ട് സംഘമായി ഇവർ പിരിഞ്ഞിരിക്കുന്നു ാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നീന കുറുപ്പിന്റെ ഇന്നലെ അൻസിബ ഹസനാണ് ടിനി ടോമിനെതിരെ പരാതി പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇന്ന് നീന കുറുപ്പിന്റെ പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് ഈ കേട്ടാൽ ഇറക്കുന്ന തെറി തന്നെ ടിനി ടോം വിളിച്ചു എന്നുള്ളതാണ്. ആ പരാതിയിൽ അവർ ഈ തെറിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് വിളിച്ചത് എന്നുള്ളത്. ഒപ്പം തന്നെ ടിനി ടോം തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, മറ്റ് അംഗങ്ങൾ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് തനിക്ക് മർദ്ദനം ഏൽക്കാതിരുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തൻ്റെ ആത്മാഭിമാനം പൂർണ്ണമായും ടിനി ടോം ഇല്ലാതെയാക്കിയെന്ന് അവർ പറഞ്ഞു വയ്ക്കുകയാണ്. കൂടാതെ മറ്റംഗങ്ങൾക്കും ടിനി ടോമിൻ്റെ ഈ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നതായി അവർ ആ പരാതിയിൽ പറയുന്നു. കൂടാതെ ഈ അൻസിബ ഹസനെതിരെ ടിനി ടോം മതവിദ്വേഷം നടത്തിയതിന് താൻ സാക്ഷിയാണ്, താൻ കേട്ട കാര്യങ്ങൾ മാത്രമാണ് ആ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അത് മതവിദ്വേഷം നടത്തിയിട്ടുണ്ട്. കൂടാതെ രണ്ടാം അച്ഛനെ ചേർത്ത് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ള കാര്യമെല്ലാം ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നു. എന്തായാലും ഗുരുതരമായ ഒരു പരാതിയാണ് ഇത്. താരസംഘടനയായ അമ്മ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഇത്തരം സ്ത്രീകളുടെ പരാതികൾ വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് പോലീസിലേക്ക് കൂടി കൈമാറേണ്ടതായുണ്ട്. ഇതെങ്ങനെയാണ് ഇനി ഇതിന്റെ മുന്നോട്ട് പോക്കെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. സിന്ധു. ശരി സഹിൻ, ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ ഈ വിഷയം ടിനി ടോം വെസസ് അൻസിബ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ ആ ഒരു സീൻ മാറുകയാണ്. ടിനി ടോമിനെതിരെ ഒന്നിൽ കൂടുതൽ പരാതികൾ വരുന്നു. ഈ പരാതികളൊക്കെ ഇപ്പം സഹിൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതുപോലെ പോലീസിനൊക്കെ കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ടോ? കാരണം സ്ത്രീകളാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോലീസിനൊക്കെ കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയണം. അപ്പം ഇന്നലെ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ സ്ത്രീകൾ നയിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇപ്പം അത് മാറില്ല, സ്ത്രീകളാണല്ലോ തലപ്പത്തുള്ളത്. അപ്പം സ്ത്രീകൾ തന്നെ പരാതിപ്പെടുമ്പോൾ അതിനോട് ഇവർക്കുള്ളൊരു സമീപനം അതൊക്കെയും പൊതുസമൂഹം കാര്യമായി തന്നെ ചർച്ചയാക്കുന്നുണ്ട്. ഇനിയിപ്പം വരുന്ന പോലെ ജനറൽ ബോഡി യോഗത്തിലൊക്കെ ഈ വിഷയങ്ങളൊക്കെയും വലിയ ചർച്ചയാകുമായിരിക്കും. തുടർ നീക്കങ്ങളോ പ്രതികരണങ്ങളോ ഒക്കെ ഒരുപക്ഷെ ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം നമുക്ക്.